തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B ഹാങ്ങറിലേക്ക് മാറ്റും. വിമാനത്താവളത്തിലെ പ്രത്യേക ഹാങ്ങറിലേക്കാണ് മാറ്റുക. ബ്രിട്ടനിൽ നിന്ന് പ്രത്യേക ഉപകരണങ്ങളുമായി എഞ്ചിനീയറിംഗ് വിദഗ്ധർ എത്തിയതിനു ശേഷമാകും ഹാങ്ങറിലേക്ക് മാറ്റുക. ഹാങ്ങറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന് ഭാരതം മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചതായി ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ വക്താവ് അറിയിച്ചു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രത്യേക അറ്റകുറ്റപ്പണികൾ നടത്താനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഭാരത സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം ബ്രിട്ടീഷ് സർക്കാർ അംഗീകരിക്കുന്നതായി ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ വക്താവ് അറിയിച്ചു. ബ്രിട്ടനിൽ നിന്ന് പ്രത്യേക ഉപകരണങ്ങളുമായി വിദഗ്ധ സംഘം എത്തിയ ശേഷമാകും വിമാനം ഹാങ്കറിലേക്ക് മാറ്റുക. സൈനിക വിദഗ്ധരുടെ പൂർണ്ണ സുരക്ഷയിലാകും വിമാനം ഹാങ്കറിൽ സൂക്ഷിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന മറ്റു വിമാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഹാങ്കറിൽ വെച്ച് തകരാർ പരിഹരിക്കും. അതിനുശേഷമാകും വിമാനം കൊണ്ടുപോകുക. ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന് രാജ്യത്ത് അടിയന്തര ലാൻഡിങ്ങിന് അവസരം നൽകുകയും സംരക്ഷിക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ ബ്രിട്ടീഷ് നയതന്ത്ര മന്ത്രാലയം നന്ദി അറിയിച്ചു. ഈ മാസം 14-ാം തീയതി രാത്രിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് യുദ്ധവിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഇന്ധനം തീർന്നതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്താൻ അവസരം നൽകണമെന്ന് ബ്രിട്ടീഷ് സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്തിൽ ഇറക്കാൻ അനുമതി നൽകുകയായിരുന്നു. ഇന്ധനം നിറച്ച ശേഷം പറക്കാൻ തയ്യാറെടുത്തെങ്കിലും ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ മൂലം വിമാനത്തിന് പറക്കാൻ കഴിയാതെ വന്നു. ഇതോടെ വിമാനത്തിന്റെ യാത്ര അനന്തമായി നീണ്ടുപോവുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.